ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ തനിക്ക് കഠിനമായ അസുഖമാണെന്ന് ദ്വാരകയിൽ വെച്ച് അഭിനയിച്ചു. കൃഷ്ണന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് പരിഭ്രാന്തരായ രാജ്ഞിമാരും ഭക്തരും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരു പോംവഴി നിർദ്ദേശിച്ചു. എന്റെ ഏതെങ്കിലും ഒരു പരമഭക്തന്റെ പാദധൂളി, അതായത് കാലിലെ മണ്ണ്, എന്റെ നെറ്റിയിൽ പുരട്ടിയാൽ ഈ വേദന ഉടൻ മാറും. ഇതുകേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഭഗവാന്റെ നെറ്റിയിൽ സ്വന്തം പാദധൂളി പുരട്ടുന്നത് വലിയ പാപമാണെന്നും അത് ചെയ്യുന്നവർ നരകത്തിൽ പോകേണ്ടി വരുമെന്നും ഭയന്ന ഭക്തരും പത്നിമാരും പിൻവാങ്ങി. ഭഗവാനെ, ഞങ്ങൾക്ക് അങ്ങയോട് അത്യധികമായ സ്നേഹമുണ്ട്. പക്ഷേ അങ്ങയുടെ നെറ്റിയിൽ പാദധൂളി അർപ്പിച്ച് നരകശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭയമാണ് എന്നതായിരുന്നു എല്ലാവരുടെയും മറുപടി. ഈ വാർത്ത വൃന്ദാവനത്തിൽ രാധയുടെ അടുത്തെത്തി. കൃഷ്ണന് സുഖമില്ല എന്നറിഞ്ഞ നിമിഷം രാധ ആകെ തകർന്നുപോയി. പരിഹാരം പാദധൂളിയാണെന്ന് മനസ്സിലാക്കിയ ഉടൻ മറ്റൊന്നും ആലോചിക്കാതെ രാധ തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് വാരിയെടുത്ത് ദൂതന്റെ കൈവശം കൊടുത്തുവിട്ടു. അവിടെയുണ്ടായിരുന്നവർ രാധയെ തടയാൻ ശ്രമിച്ചു. രാധ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഭഗവാന്റെ ശിരസിൽ പാദധൂളി അർപ്പിച്ചാൽ നീ നിത്യകാലം നരകത്തിൽ കഴിയേണ്ടിവരും. നിനക്ക് ഭയമില്ലേ? കണ്ണീരോടെ രാധ നൽകിയ മറുപടി ഇതായിരുന്നു: എനിക്കെന്ത് സംഭവിക്കുമെന്നതിലോ ഞാൻ നരകത്തിൽ പോകുമോ എന്നതിലോ എനിക്കൊരു ആശങ്കയുമില്ല. എന്റെ കണ്ണന്റെ വേദന ഒരു നിമിഷം നേരത്തേക്ക് മാറുമെങ്കിൽ അതിനുവേണ്ടി കോടി ജന്മം നരകത്തിൽ കഴിയാനും ഞാൻ തയ്യാറാണ്. ഈ ഒരു മറുപടിയിൽ രാധയുടെ പ്രണയം മുഴുവൻ അടങ്ങിയിരുന്നു. സ്വന്തം സുഖമോ മോക്ഷമോ ആഗ്രഹിക്കാതെ തന്റെ പ്രിയപ്പെട്ടവന്റെ സന്തോഷം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ആ നിസ്വാർത്ഥമായ സ്നേഹമാണ് രാധാകൃഷ്ണ പ്രണയത്തെ ഇന്നും അനശ്വരമായി നിലനിർത്തുന്നത്. സ്നേഹമെന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടലാണെന്ന് ഈ